ഈ തെരഞ്ഞെടുപ്പ് ചൂട്, രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് കേരളം സംസ്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചെങ്കിലും അതൊക്കെയും കഴിഞ്ഞ് ഇനി ജനവിധി കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫലപ്രഖ്യാപനത്തിനായി കേരളം കാത്തിരിക്കുമ്പോഴും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ദേശീയ തലത്തിൽ. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മെയ് 25 നടക്കും. അതേസമയം ന്യൂഡൽഹി മണ്ഡലത്തിൽ ജനവിധി തേടാനൊരുങ്ങുന്ന സുഷമ സ്വരാജിൻ്റെ മകൾ ബൻസൂരി സ്വരാജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഗുഡ് മോർണിംഗ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും പല ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമാണ്, രാജ്യ തലസ്ഥാനമാണ്. പ്രത്യേകിച്ച് ആം ആദ്മിയുടെ ഒരു ഭരണം, ആം ആദ്മിയുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏത് തരത്തിലാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്? സുരേഷ്, ഗുഡ് മോർണിംഗ്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിക്കുകയാണ്. പ്രധാനമായും 2014-ലും 2019-ലും ഉണ്ടായ ആ ഒരു വൻ വിജയം ഇക്കുറിയും ആവർത്തിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. 7 മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത്. 7 മണ്ഡലങ്ങളിൽ 7ഉം 2014-ലും 2019-ലും BJPക്കൊപ്പം നിന്ന് നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി നിൽക്കുന്ന ഘടകമാണ്. ദേശീയ തലത്തിലാണേലും അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയമാണേലും എന്തുകൊണ്ടും BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ഈ ഒരു ഘടകത്തിൽ ഇപ്പോൾ 25-ാം തീയതി നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിലും വലിയ വിജയം ഉണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിലനിൽക്കുന്ന വലിയ പ്രശ്നങ്ങൾ അത് BJPക്ക് അനുകൂലമായി നിലനിൽക്കും. അതേപോലെ തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മിയും കോൺഗ്രസും ചേർന്നുള്ള ഇന്ത്യ സഖ്യമാണ് തെരഞ്ഞെടുപ്പിനെ, അവർ ഒന്നിച്ചു നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. 4-3 എന്ന രീതിയിൽ സീറ്റ് പങ്കിട്ടെടുത്തിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റുകളും കോൺഗ്രസിന് 3 സീറ്റുകളും എന്ന നിലയിലാണ് അവർ സീറ്റ് പങ്കിട്ടത്. ഈ സീറ്റ് വിഭജനത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. ആ പ്രശ്നങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ആ വിടവുകൾ ഇപ്പോൾ വർദ്ധിച്ച് വലിയ വിഷയങ്ങളിലേക്ക്, വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് ഇതിപ്പോൾ നീങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഡൽഹി ഘടകം അധ്യക്ഷൻ രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അരവിന്ദർ സിംഗ് ലൗലി രാജിവെച്ചുകൊണ്ട് 4 പേജുള്ള രാജിക്കത്ത് മല്ലികാർജ്ജുന ഖാർഗെക്ക് സമർപ്പിച്ചപ്പോൾ അതിലുടനീളം വലിയ വിമർശനങ്ങളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമായും ഉയർന്നു വന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചാണ്. ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് പോലും താൻ അറിഞ്ഞില്ല എന്നുള്ള ഒരു വലിയ വിമർശനം PCC അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്നും മുൻ PCC അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. മാത്രമല്ല CPIയുടെ ഭാഗമായിരുന്ന കനയ്യകുമാർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മാറും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ സീറ്റ് നൽകുന്നു. ഇതെല്ലാം വലിയ വിവാദമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ വലിയ അഴിമതി കഥകൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന നിമിഷമാണ്. ഡൽഹി മുഖ്യമന്ത്രി ഇപ്പോഴും അഴിക്കുള്ളിൽ തുടരുകയാണ്. അപ്പോൾ നിലവിൽ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും BJPക്ക് അനുകൂലമായി നിൽക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തരത്തിലും രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമായി നിൽക്കുന്നു. ഒപ്പം ഇന്ത്യ സഖ്യം അമ്പെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആ രീതിയിൽ തന്നെയാണ് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും കാര്യങ്ങൾ പോകുന്നത് അല്ലേ? നന്ദൻ പറഞ്ഞതുപോലെ തന്നെ കനയ്യകുമാറുമായി ബന്ധപ്പെട്ട് തർക്കം, ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ രാജിവെക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ നോക്കുമ്പോൾ ജനങ്ങൾ BJPയെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ്. ഇത് രാജ്യ തലസ്ഥാനത്തായി കഴിഞ്ഞാലും എല്ലാ സ്ഥലങ്ങളിലായി കഴിഞ്ഞാലും അത്രത്തോളം ഒരു സ്വീകാര്യത കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ ഭരണത്തിന് ലഭിക്കുമ്പോൾ, മോദി ഗ്യാരണ്ടി ഇരു കൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ, 3ാം തവണയും ഒരു ഉറച്ച ഭരണം, സുസ്ഥിരമായ ഭരണം മോദി സർക്കാർ ഉറപ്പ് നൽകുമ്പോൾ രാജ്യ തലസ്ഥാനത്തും സ്ഥിതി വിഭിന്നമാകുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും BJPയോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളാണ് ഡൽഹിയിലെ 7 മണ്ഡലങ്ങളും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് പുറമെ ഈ മണ്ഡലങ്ങളിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ കൃത്യമായി തന്നെ വീക്ഷിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഡൽഹിയിലെ ജനങ്ങൾ. സ്വാഭാവികമായും ആ ഘടകങ്ങളൊക്കെ തന്നെ BJPക്ക് അനുകൂലമായി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനൊപ്പം തന്നെ പ്രതിപക്ഷത്തുണ്ടായ വലിയ വിള്ളൽ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ അല്ലെങ്കിൽ ആ സഖ്യം അമ്പേ പരാജയമെന്ന് ജനങ്ങൾ ഇതിനോടകം തന്നെ വിലയിരുത്തി
കഴിഞ്ഞു. ഇതിനോടകം അതിനൊരു നേതൃനിരയിലേക്ക് ഒരാളിനെ ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞില്ല. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമില്ല. ഇങ്ങനെ ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോകുന്ന ഇന്ത്യ സഖ്യത്തിനൊപ്പം ഡൽഹി നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. എന്നാൽ നമുക്ക് ഈ 2014ലെയും 19ലെയും ചിത്രങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഈ 2024ലും വിഭിന്നമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകാൻ ഇടയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വികസന പ്രവർത്തനങ്ങളൊപ്പം ഈ ഡൽഹിയിലെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ് BJP നോക്കിക്കാണുന്നത്. BJPയുടെ ഒരു വിലയിരുത്തൽ ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും 7 മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷമാകും ഉണ്ടാകുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സുഷമ സ്വരാജിൻ്റെ മകൾ ബെൻസുരി സ്വരാജ് ഇന്ന് രാവിലെ നാമനിർദ്ദേശ പത്രിക നൽകുന്നു. അതൊരു വലിയ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയാണ് BJPയുടെ ഡൽഹി ഘടകം ഇരിക്കുന്നത്. മറ്റ് സ്റ്റേറ്റിലെ മന്ത്രിമാരടക്കം ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലെയും വരും ദിവസങ്ങളിൽ ഈ ഒരു നാമനിർദ്ദേശ പത്രിക നൽകുന്ന ചടങ്ങും അത് വലിയ ആഘോഷമാക്കി മാറ്റുവാൻ വേണ്ടിയാണ് BJP ഇരിക്കുന്നത്. മാത്രമല്ല ഈ ചടങ്ങുകളൊക്കെ തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി നടക്കുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് BJP നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ 7 മണ്ഡലങ്ങളിലും വലിയ ആഘോഷപൂർവ്വമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കാണ് ഇനി വരും ദിവസങ്ങൾ കാണാനിടയ്ക്കുന്നത്.